ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ സമയം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും വളരെ പ്രത്യാശയോടും കൂടി നമ്മൾ ദൈവസ്ഥനിലായിരിക്കാൻ ദൈവം ചെയ്ത വൻ കൃപയ്ക്കായി ദൈവത്തിന് ഒന്ന് നന്ദി കരയറ്റാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 തിമോഥെയോസ് 2:8 തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവാൻ, അതാവുന്നു എൻ്റെ സുവിശേഷം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അത് നല്ല പിതാവേ, നല്ല വചനം തന്നിരിക്കാൻ സ്തോത്രം. ഇത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചത്. ഇവിടെ പൗലോസ് പറയുകയാണ്, തൻ്റെ സുവിശേഷമെന്ന് പറയുന്നത് എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്ത യേശുക്രിസ്തു എന്ന് വെച്ചാൽ ഇത് ഇൻഡിവിജ്വൽ ഫോക്കസ്ഡാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഏക വ്യക്തിയെ കേന്ദ്രീകൃതമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, അല്ല ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശത്തെയാണ് സുവിശേഷം, അല്ല ഗോസ്പൽ എന്ന് പറയുന്നതെന്ന് പൗലോസ് ഇവിടെ പറയുക. ഗോസ്പലിനെ നമുക്ക്, അല്ലെങ്കിൽ സുവിശേഷത്തെ നമുക്ക് 2ആയി തിരിക്കാൻ സാധിക്കും. ഒന്ന് റിയൽ ഗോസ്പൽ, മറ്റൊന്ന് അതർ ഗോസ്പൽ എന്ന് വെച്ചാൽ യഥാർത്ഥ സുവിശേഷം, മറ്റ് വേറൊരു സുവിശേഷം. എന്താണ് റിയൽ ഗോസ്പൽ? ഇനി നമുക്ക് ഗുഡ് ന്യൂസ് എന്നും സദ്വർത്തമാനമെന്നും സ്വവാർത്ത എന്നും ഒക്കെ നമുക്കതിനെ പറയാൻ സാധിക്കും. നമ്മൾ ഓരോ ദിവസവും അനവധി വാർത്തകൾ കേൾക്കുകയും ന്യൂസുകൾ കേൾക്കുകയും അത് പിന്നെ മറന്നു പോവുകയൊക്കെ ചെയ്യും. എന്നാൽ ഗുഡ് ന്യൂസിൻ്റെ സദ്വാർത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുക മാത്രമല്ല, അത് വിശ്വസിക്കുകയും അത് നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്ന സുവിശേഷമാണ്. കേൾക്കുക മാത്രമല്ല, അത് നമ്മൾ വിശ്വസിക്കുന്നതും അത് നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഗുഡ് ന്യൂസിൻ്റെ പ്രത്യേകത. റിയൽ ഗോസ്പലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഈ റിയൽ ഗോസ്പൽ നമ്മൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. പൗലോസ് ദമസ്കോസിൻ്റെ വാടിവാതിൽക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് വരെ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും പ്രയോജനമില്ലാത്തതിനോട് ശത്രുവായിട്ട് നടന്നവനാണ്. എന്നാൽ കർത്താവിനാൽ പിടിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സത്യവചനം യഥാർത്ഥമായി കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യഥാർത്ഥ ഗോസ്പൽ യഥാർത്ഥമായി ക്രിസ്തുവിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് രൂപാന്തരപ്പെട്ട് പിന്നെ സഭയ്ക്കും ക്രിസ്തുവിനും പ്രയോജനമുള്ളവനായി അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുവാനിടയായി തീർന്നു. ഫിലോമോൻ്റെ ലേഖനം വായിക്കുമ്പോൾ ഫിലോമോനോട് പൗലോസ് പറയുകയാണ്, ഈ ഒനോസിമോസ് എന്ന് പറഞ്ഞവൻ, എന്ന് വെച്ചാൽ പൗലോസ് കാരാഗൃഹത്തിൽ വെച്ച് വചനത്തിൽ വീണ്ടും ജനിപ്പിച്ച ഒനോസിമോസ് മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനായി. കാരണം എന്താ? അവൻ റിയൽ ഗോസ്പൽ, യഥാർത്ഥ ഗോസ്പൽ, യഥാർത്ഥമായവൻ നല്ല പൗലോസിൽ നിന്ന് കേട്ട് അവൻ എന്ത് ചെയ്തു? ആ വചനം അവനെ രൂപാന്തരപ്പെടുത്തുവാനിടയായി തീർന്നു. വീണ്ടും നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 15, 16, 17 തിരുവനന്തപുരം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആഗോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എന്ത് ചെയ്യുന്നു? വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നുവല്ലോ. എന്ന് വെച്ചാൽ നമുക്കറിയാം, പൗലോസ് കർത്താവിനാൽ പിടിക്കപ്പെട്ട് യഥാർത്ഥ ഗോസ്പൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പൗലോസ് ഇരിക്കപ്പെടുകയില്ല. എന്താ? പൗലോസ് പിന്നെ ക്രിസ്തുവിനെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ജാഗ്രതയോടെ ഓടി നടക്കുക. കാരണം എന്താ? നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം 22-ാം തിരുവെഴുത്ത് അവിടെ നാം വായിക്കുന്നത്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരുടെ വായടപ്പിച്ചു, അല്ലെങ്കിൽ അവരെ മിണ്ടാതെയാക്കി. നമുക്കറിയാം, യഹൂദനെയൊക്കെ ന്യായപ്രമാണത്തിനെതിരായിട്ട് സംസാരിച്ച് അവനെ മിണ്ടാതെയാക്കണമെങ്കിൽ എത്രമാത്രം ശക്തി പൗലോസിലുണ്ടായിരുന്നു, എത്രമാത്രം ദൈവശക്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കണം. കാരണം എന്താ? പൗലോസ് യഥാർത്ഥ ഗോസ്പൽ കേട്ടപ്പോഴും യഥാർത്ഥ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ആ വചനമെന്ന് പറയുന്നത് എന്താ? ജീവനും ആത്മാവുമാണ്.
ആ ആത്മാവിൻ്റെ ശക്തി അതിയായി പൗലോസിൽ പ്രവഹിക്കുകയും അല്ലെ റിലീസ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പൗലോസ് എന്ത് ചെയ്ത് ശക്തിയോടെ സുവിശേഷം ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനും യഹൂദന്മാരുടെ വായ അല്ലെങ്കിൽ അവരെ അടയ്ക്കാനും അല്ലെ അവരെ മിണ്ടാതെ ആക്കുവാനും ഇടയായി തീർന്നത്. അതായത് ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിക്കുക എന്നോട് ആഗോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കാരണം എന്താ? അത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താ? അത് വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവൻ എന്നത് ജാതി മത ഭേദ വർഗ ലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഇത് കേൾക്കുന്ന ഏവരും എന്ത് ചെയ്ത് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുമെന്ന് പൗലോസ് അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനം അല്ലെ പൗലോസിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചതിൻ്റെ അത് അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് തനിക്ക് ലജ്ജയില്ല. കാരണം എന്താ? ഇത് കേൾക്കുന്ന യവനും യഹൂദനും എന്നില്ല യവനെന്നില്ല ബർബറെന്നില്ല ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ കൊളോസ്യ ലേഖനം 1:28 തിരുവനന്തപുരം അവിടെ പൗലോസ് പറയുകയാണ്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യൻ സകല ജ്ഞാനത്തോടുകൂടെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യ സകല ജ്ഞാനത്തോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നതിൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസിൻ്റെ കയ്യിൽ ഒരുവനെ കിട്ടി. അവൻ യഹൂദനാകട്ടെ യവനാകട്ടെ ബർബറിനാകട്ടെ ഉയർന്നവനാകട്ടെ താഴ്ന്നവനാകട്ടെ അവൻ ആരാകട്ടെ ഒരുവനെ പൗലോസിൻ്റെ കയ്യിൽ കിട്ടിയ പൗലോസിൻ്റെ പ്രത്യേകത എന്താ? അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. കർത്താവിൻ്റെ വരവിൽ അവൻ കർത്താവിനോട് എടുക്കപ്പെടാൻ യോഗ്യതയുള്ളവനായി നിർത്തുക. അല്ലെ ക്രിസ്തുവിന് തലവനാണ് വളർത്തി നിർത്തുക. അല്ലെ ക്രിസ്തുവിൻ്റെ രക്ഷയിൽ പൂർണ്ണമായി അവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അവനെ ആക്കി നിർത്തുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്തു? അതിനായിട്ട് ആ ക്രിസ്തു തികഞ്ഞവനായി നിർത്തേണ്ടതിന് അവനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യ സകല ജ്ഞാനത്തോട് ഉപദേശിക്കുകയും ചെയ്തു. എങ്ങനെയാണ്? അതിനായി ഞാൻ തന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അമിതബലം അളവറ്റ ശക്തിയോടുകൂടി പൗലോസ് എന്ത് ചെയ്യുക? പോരാടി അധ്വാനിക്കുക. എഫേസ്യ ലേഖനം 1 അതിൻ്റെ 19 തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടെ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ്റെ ബലത്തിന് അല്ല ദൈവത്തിൻ്റെ ബലത്തിന് ബലഹത്വത്തിന് വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്നറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാരണം ഏറ്റവും വലിയ സംഗതി എന്നുള്ളത് എന്താണ്? നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അമിതബലം, അത്യന്ത ശക്തി അല്ലെങ്കിൽ അൺലിമിറ്റഡ് പവർ, അൺമെഷറബിൾ പവർ നമ്മൾ അറിയുക എന്നുള്ളതാണ്. എന്ത് വിശ്വസിക്കുന്നതല്ല? റിയൽ ഗോസ്പലാകുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്. അതാണ് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന് അറിയേണ്ട പൗലോസ് പ്രാർത്ഥിക്കാം. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞങ്ങളുടെ സഭയിൽ ഇടയ്ക്ക് എല്ലാവരും സാക്ഷ്യം പറയും. സാക്ഷ്യം പറയുമ്പം 2-3 മാസം വരെ ആൾക്കാർ തലവേദനയാണ്, ഏറ്റവും പനിയാണ്, നടുവേദനയാണ്, ഞങ്ങൾക്ക് അവിടെ വേണം, പിള്ളേരുടെ അത് പ്രശ്നം ഇത് പ്രശ്നം വീടിൻ്റെ പ്രശ്നം ഒക്കെയാണ് സാക്ഷ്യം പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കത്തദാസൻ പറഞ്ഞത്, നിങ്ങളിനി അതൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഓരോ ദിവസവും നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഓരോന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ബൈഹാർട്ടായിട്ട് പറയണം, അത് സാക്ഷിയായിട്ട് പറയാൻ പറഞ്ഞു. ഇപ്പം എന്ത് ചെയ്തു? ഞങ്ങളുടെ ജനമെല്ലാം അത് ഓരോ ദിവസവും ഓരോ വാക്യം പഠിച്ചിട്ട് വന്ന് ഞായറാഴ്ച സാക്ഷ്യം പറയാൻ തുടങ്ങി. ഇപ്പോൾ ആർക്കും തലവേദനയില്ല, ആർക്കും പനിയില്ല, പിള്ളേരുടെ പ്രശ്നങ്ങളില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവായി. കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ റിലീസ് ചെയ്യും. പരിശുദ്ധാത്മാവ് ശക്തി നമ്മൾ റിലീസാകുമ്പോൾ അല്ല ജീവനും ആത്മാവും എന്ന വചനം നമ്മൾ വചനത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? പിശാചിന് തൊടാൻ പറ്റിയല്ല, ഒരു രോഗബന്ധനം നമ്മളെ തൊടാൻ പറ്റിയല്ല, അല്ല നമ്മളെ മറ്റൊന്നിനും തൊടാൻ പറ്റിയല്ല. അത്രയ്ക്ക് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ശക്തി നമ്മളെ നിൽക്കുക. നമ്മൾ തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ അവർ നമ്മൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്ന് വെച്ചാൽ എതിർ ക്രിസ്തുവിൻ്റെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ എന്താ കുഴപ്പം? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണമെന്നുണ്ട്. എന്ന് വെച്ചാൽ കാരണമെന്നാ തടുക്കുന്നവനല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ ഉള്ളിടത്തോളം സമയം എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ എതിർ ക്രിസ്തുവിന് ഇവിടെ പ്രവർത്തിക്കാൻ അവൻ്റെ ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ശക്തിയേറിയ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുക എന്ന് ഇനി നമുക്കറിയാം. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന് ഇവിടെ നീക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? 7 വർഷം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം ഇവിടെ നടക്കും.
അന്ന് മനുഷ്യൻ സഹിക്കാൻ പറ്റാത്ത കഷ്ടതയാണ് വരാൻ പാടും. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നമ്മളിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിൽക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പിശാചും നമ്മെ തൊടാൻ പറ്റില്ല, ഒരു ശത്രുവും നമ്മെ തൊടാൻ പറ്റില്ല. കാരണം നമ്മുടെ കർത്താവ് ആരാ, അല്ല വചനമാകുന്ന കർത്താവ് ആരാ, സകല വാഴ്ചകൾക്കും അധികാരത്തിനും തലയാണ്. അവൻ സകല വാഴ്ചകളെ അധികാരത്തെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരെ പരസ്യ കാഴ്ചയാക്കിയതാണ്. ആ കർത്താവാണ് നമ്മുടെ ഉള്ളിൽ. വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുക. ആ കർത്താവിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിപ്പാനിടയായി തീരും. വീണ്ടും പൗലോസ് പറയുകയാണ്, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായിട്ട്, എന്ത് വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഹേതുവായിട്ട് വിശ്വാസത്തിനായിക്കൊണ്ടും അത് വിശ്വാസമായിക്കൊണ്ടും വെളിപ്പെടുന്നുവല്ലോ. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലും, എല്ലാവരും എന്ത് ചെയ്തു, ദൈവതേജസ്സില്ലാത്തവരെ, പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. യെശയ്യാപ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ്റെ നീതി പ്രവൃത്തിയിൽ കരി പുരണ്ട വസ്ത്രം പോലെയാണ്. അപ്പോൾ നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് അതിക്രമം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിൽ നിന്ന് വേർപെട്ടു, ദൈവത്തിൻ്റെ സമാധാനത്തിൽ വേർപെട്ടു പോയി, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് വേർപെട്ടു പോയി. എന്നാൽ എന്ത് ചെയ്തു, യഥാർത്ഥ ഗോസ്പലായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗം എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്, അല്ല ദൈവത്തിൻ്റെ നീതി ദൈവം എന്ത് ചെയ്തു, റിലീസ് ചെയ്യാനിടയായി തീർന്നു. വചനം പറയുന്നു, പാപമറിയാത്തവനെ നാം അവൻ ദൈവത്തിൻ്റെ നീതിയാകാൻ ദൈവം അവനെ നമുക്ക് വേണ്ടി പാവമാക്കി. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, പാവമറിയാത്ത ക്രിസ്തുവിനെ, പാവം ചെയ്യാത്ത ക്രിസ്തുവിനെ, പാവമില്ലാത്ത ക്രിസ്തുവിനെ നാം അവനിൽ, ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സാണ്, ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു, തൻ്റെ ഏകജാത പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ശാപമാക്കി എന്നാണ് തിരുവചനം പറയുന്നത്. ഒന്നുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവത്തിന് അകന്നുപോയ മനുഷ്യനെ, അനീതി കൊണ്ട് അകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കാൻ ക്രിസ്തുവ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ട നീതിമാനായി വന്ന് നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലായി കഷ്ടം അനുഭവിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ 1 പത്രോസ് 2-ന്റെ 24 വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു. എന്ന് വെച്ചാൽ അനീതി ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുക, നമ്മൾ അനീതി ജീവിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണൊരാൾ നമുക്ക് സൗഖ്യവും തന്നിരിക്കുന്നു എന്ന് തിരുവചനം പറയുക. ഇതാ യഥാർത്ഥ ഗോസ്പല്. ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നത് യഥാർത്ഥ ഗോസ്പല്. അത് ആരിലൂടെ, കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തിനും വചനം പറഞ്ഞാൽ അതുകൊണ്ട് മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിലൊരു മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശു നാമമല്ലാതെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാ പുതിയ നിയമ സഭയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം. ഏത് ജാതിയെന്നില്ല, ജാതി മത ഭേദ വർഗ ലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ, ബർബറിനാകട്ടെ, യഹൂദനാകട്ടെ, ശകനാകട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഏത് മനുഷ്യൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്ന, ഏത് മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യം പ്രാപിക്കുന്ന കർത്താവിൻ്റെ വചനം നമ്മളിലേക്ക്. അതാണ് റിയൽ ഗോസ്പലും. അതാണ് പൗലോസ് പറഞ്ഞ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അവനിലൂടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്, രക്ഷ, നിത്യജീവൻ, പൗരത്വം, നമ്മുടെ എല്ലാം അവനിലൂടെ നമുക്കുണ്ട്. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. അപ്പോൾ സകല നന്മയും എന്ത് ചെയ്യുക, അതാണ് ഈ പൗലോസിൻ്റെ ഗോസ്പല്. ഇതാണ് നമ്മൾക്കുള്ള ഗോസ്പല്, ഇതാണ് നമ്മളെ രക്ഷിക്കുന്ന ഗോസ്പല്, ഇതാണ് നമ്മെ വീണ്ടെടുക്കുന്ന ഗോസ്പല്, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗോസ്പല്, ഇതാണ് നാം വിശ്വസിക്കേണ്ട ഗോസ്പലും, ഇതാണ് നമ്മെ അനുഗ്രഹിക്കുന്ന ഗോസ്പല്. ആകയാൽ ഇത് നമുക്ക് ദൈവം തന്നതോർത്ത്, ആ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത്. അവൻ്റെ കൃപയാലാണ് നമുക്ക് രക്ഷ കിട്ടിയത്. അവൻ്റെ കൃപയാലാണ് നമുക്ക് റൈച്ചസ്നെസ് കിട്ടിയത്. അവൻ്റെ കൃപയാലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കിട്ടിയിരിക്കുന്നത്. അവൻ്റെ കൃപയാലാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. ആകയാൽ ഇതെല്ലാം ദൈവം തന്നതോർത്ത് നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മൾ സ്തുതിക്കാം. അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നതോർത്ത് അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ മാനിക്കുമാറാകട്ടെ. ആമേൻ.